വി സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോഴിതാ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് ഒരു സമഗ്രമായിട്ടുള്ളൊരു പാക്കേജിനെ കുറിച്ചാണ്. നമ്മൾ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അതിജീവനത്തിന്റെ സമയം വരുമ്പോൾ, ഇനി ഒരു പുനരധിവാസത്തിലേക്ക് വരുമ്പോൾ എവിടെയാണ് വീഴ്ച ഉണ്ടാകാണ്ടിരിക്കേണ്ടത്, എത്രത്തോളം ഫുൾ പ്രൂഫ് ആയിക്കൊണ്ടുള്ള ഒരു പാക്കേജ് ആയിരിക്കണം വേണ്ടത്, എത്രത്തോളം കസ്റ്റമൈസ്ഡ് ആക്കണം എന്നുള്ളതാണ്. കേന്ദ്രം തന്നെ അങ്ങനെ ഒരു പാക്കേജ് നൽകണം എന്നുള്ളൊരു ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വയ്ക്കുകയും അത് അനുകൂലമാകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിൽക്കുന്നൊരു ഒരു മിനിറ്റിൽ കൂടിയാണല്ലോ നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തെല്ലാം എന്ന് വേണം നമ്മൾ കരുതാൻ അങ്ങനെ ഒരു റീബിൽഡ് വയനാട്ടിലേക്ക് കേരളം കടക്കുമ്പോൾ. കേരളത്തിൽ ഇപ്പോൾ ഒരു ദുരന്തമുണ്ടായി, ഇനിയും ധാരാളം ദുരന്തങ്ങൾ വരുന്നൊരു നാടായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു, വരാതിരിക്കട്ടെ. അപ്പോൾ ഇനി പുതിയ കേരളത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള പ്രദേശങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്ന്, ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് ഇനി എങ്ങനെ വേണം. പശ്ചിമഘട്ട മലനിരകളിലെ ഒരു 100-200ഓളം 150ഓളം പഞ്ചായത്തുകളിലെ ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് എങ്ങനെ വേണം, കോസ്റ്റൽ ഏരിയ ഡെവലപ്മെൻറ്റ് എങ്ങനെ വേണം, ഇത് രണ്ടും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ കോസ്റ്റൽ ഏരിയ ഡെവലപ്മെൻറ്റിൽ വലിയ സുനാമി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ കാലത്ത് നടന്നൊരു ചർച്ചയാണ് മത്സ്യത്തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കണം. അന്ന് വലിയ വിവാദവും തർക്കവും ബഹളവും ഒക്കെ ഉണ്ടായെങ്കിലും ഇന്നത് കുറേശ്ശെ കടൽ തീരത്ത് നിന്ന് കടൽ തീരത്ത് നിന്ന് മാറി താമസിക്കുന്ന സ്ഥിതിയിലേക്ക് അവർ വന്നിട്ടുണ്ട്, പുനർഗേഹം പോലുള്ള പദ്ധതികളിലൂടെ. മലനാട് പ്രദേശത്താണ് ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായത്. എന്നോട് ചോദിച്ചത് വയനാട് എങ്ങനെ വേണമെന്നാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, കേരളത്തിൽ തമിഴ്നാട് പോലെയോ കേരളത്തിൻ്റെ സെറ്റിൽമെൻറ്റ് പാറ്റേൺ എന്ന് പറയുന്നത് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ സ്കാറ്റേർഡ് ആയിട്ടാണ്, ഡിസ്പേഴ്സ്ഡ് സെറ്റിൽമെൻറ്റ് പാറ്റേൺ. ഞങ്ങൾ ഹ്യൂമൻ ജോഗ്രഫിയിലൊക്കെ പറയുമ്പോൾ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള സ്കാറ്റേർഡ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റാണ്. വലിയ വസ്തു അതിനകത്തൊരു വീട്, പിന്നെ കുറേ വസ്തു അതിനകത്ത് വീട്. ഈ പാറ്റേൺ മാറേണ്ട സമയമായി കേരളത്തിൽ. മറ്റേ ക്ലസ്റ്റർ പാറ്റേണിലേക്ക് ഇനി നമ്മൾ പോകണം. കേരളം അത് അവിടെ മാത്രമല്ല, കേരളമാകെ അങ്ങനെ പോകണം ചിന്തിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സങ്കടമൊക്കെ തോന്നും. അല്ലെങ്കിൽ അതെങ്ങനെ ഒന്നിച്ച് പല വീടുകളിൽ കഴിഞ്ഞിരുന്നവർ, പല ലാൻഡിൽ കഴിഞ്ഞിരുന്നവർ ഒരിടത്ത് വന്ന് താമസിക്കും എങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യം വരാം. പക്ഷേ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്. ഫ്ലാറ്റിലേക്ക് നമ്മൾ താമസിക്കുന്നുണ്ടല്ലോ, വില്ലകളിലൊക്കെ താമസിക്കുന്നുണ്ടല്ലോ, അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും വയനാട് ജില്ലയെ തന്നെ ഒന്നായി കണ്ടുകൊണ്ട് 2-3 മേഖലകളായി, ജിയോ ക്ലൈമാറ്റിക് സോണുകളായി അതിനെ തിരിച്ച് അതിലേറ്റവും സുരക്ഷിതമായ ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലം, സുരക്ഷിതമായി കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലം, അത്ര സുരക്ഷിതമല്ലാത്ത സ്ഥലം, ഒന്നും ചെയ്തുകൂടാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ സ്റ്റീപ്പ് സ്ലോപ്പൊക്കെ ഉള്ള ഒന്നും ചെയ്തുകൂടാത്ത, മനുഷ്യൻ്റെ ഇടപെടൽ ആവശ്യമില്ലാത്ത സ്ഥലം, അല്ലെങ്കിൽ ചെയ്തുകൂടാത്ത സ്ഥലം, ഇങ്ങനെ വേർതിരിച്ച് കണ്ടുകൊണ്ട് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് ആളുകളെ ക്ലസ്റ്റർ ഫോമിൽ തന്നെ താമസിക്കണം. അതിന് ടൗൺഷിപ്പ് എന്നോ വില്ലേജ് എന്നോ ഹാപ്പി ലാൻഡ് എന്നോ ഹാപ്പി വില്ലേജ് എന്നോ ആനന്ദ ഗ്രാമം എന്നോ ആളുകൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ ഇടാം. കാരണം ഇനിയിപ്പോൾ എന്തായാലും മരിച്ചവർ വെച്ചിട്ട് നമ്മളിപ്പം ജീവിച്ചിരിക്കുന്നവർ സന്തോഷിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ പാടില്ല. അവർ സന്തോഷിച്ച് ജീവിക്കണം. കാര്യം മരിച്ചവരെന്ന് മരണം നമ്മുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമ്മളെല്ലാവരും മരിച്ചു പോകുമല്ലോ, യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്നവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഹാപ്പി വില്ലേജ് അല്ലെങ്കിൽ ഹാപ്പി ഗ്രാമം സൃഷ്ടിക്കണം. അവിടെ പഴയകാല അനുഭവങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടുള്ള പരിപാടിയായിരിക്കണം. അതിനൊരു സെപ്പറേറ്റ് മിഷൻ ആവശ്യമുണ്ട്, ഫുൾ ടൈം ഓഫീസ് ആവശ്യമുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സാധാരണ നമ്മൾ ചെയ്യുന്ന രീതി, വില്ലേജ് ഓഫീസ് മുതൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരൊരു പ്രോജക്റ്റുകൾ തയ്യാറാക്കി അതെല്ലാം അവിടെ കുത്തിക്കെട്ടി ഒറ്റ പ്രോജക്റ്റാക്കി കൊടുത്ത് പൈസ വരുമ്പോൾ എല്ലാവർക്കും വീതിച്ച് കൊടുക്കുന്ന രീതിയുണ്ട്. അത് വയനാട് ആവർത്തിക്കരുത്, ദയവായി ചെയ്യരുത്. ഒറ്റ മിഷൻ ഓഫീസിലായിരിക്കണം ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യപ്പെടേണ്ടത്. സന്നദ്ധ സംഘടനയായാലും സാമൂഹിക സംഘടനയായാലും രാഷ്ട്രീയ സംഘടനയായാലും സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും പഞ്ചായത്തായാലും ആരായാലും ആ മിഷൻ്റെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒറ്റ ബ്ലൂ പ്രിൻറ്റിനകത്തായിരിക്കണം ഇതെല്ലാം നടക്കേണ്ടത്. അടിസ്ഥാനപരമായി അവർക്ക് വീട്, അവർക്ക് വൈദ്യുതി, അതുപോലെ വെള്ളം, അങ്ങനെ പിന്നെ ആശുപത്രി, ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്താൽ അവരുടെ തൊഴിലാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായിട്ടും നമ്മളേതായാലും ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് ആ ഫുൾ സ്ക്രീനിൽ തന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അങ്ങനെയുള്ള ക്രോഡീകരിച്ചിട്ടുള്ള ഇത്രയും ദിവസത്തെ ചർച്ചകളിൽ നിന്ന് വിദഗ്ധർ തന്നെ പലതവണ ഇപ്പോൾ ഉള്ള പാനലിസ്റ്റുകൾ തന്നെ പറഞ്ഞ നിർദ്ദേശങ്ങൾ അതിനകത്തുണ്ട്. അങ്ങനെ ക്രോഡീകരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതിനകത്തുണ്ട്, വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. പ്രതിപക്ഷവും ഉന്നയിച്ചിരിക്കുന്ന സജസ്റ്റ് ചെയ്തിരിക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഏത് തരത്തിലാണ് അതിലേക്ക് കൂടി കടക്കുക എന്ന് കൂടി നമുക്ക് നോക്കാം. ഡോക്ടർ സതീഷ് ഗോപി, ഏറ്റവും പ്രധാനമായിട്ട് ഒരു ജനറലായിട്ട് എങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടതെന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സമയം ക്രമം അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ വളരെ ഒരു ചെറിയ അങ്ങനെ ഓരോ പോയിന്റായിട്ട് കേന്ദ്രീകരിച്ച് പോകുന്നതാകും നല്ലതെന്ന് തോന്നുന്നു.